പ്രൈസ് ദി ലോർഡ്. നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടട്ടെ. ഒരു നല്ല പകൽക്കാലം കൂടെ ജീവിച്ചിരുന്ന ദൈവത്തെ സ്തുതിപ്പാനും വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാനും ഇങ്ങനെ മനോഹരമായ ഒരു ദിവസം ദൈവം നമുക്ക് ആയുസ്സിൽ നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമ്മെ സമ്പൂർണമായും സമർപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്ന സകല നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഹൃദയം നിറഞ്ഞ ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലത്ത് ഈ ആരാധനയിൽ നമുക്ക് വളരെ ഏകാഗ്രതയോടുകൂടെ സംബന്ധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നിത്യമായ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കി തീർത്ത കരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രക്ഷയുടെ സന്തോഷത്തെ ഞങ്ങൾക്ക് നൽകി തന്നു. ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി തന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമായി പാർക്കുമ്പോൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തി ദൈവകൃപയിൽ നിലനിർത്തി. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ഇതുവരെ പരിപാലിച്ച നിസ്തുല്യ സ്നേഹത്തിനാട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. പിതാവേ, രാവിലെ സമയം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. എളിവരാകുന്ന ഞങ്ങളോട് മനസ്സലിയണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് വായിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ പുണ്യനാമത്തെ പാടി ആരാധിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, അനുഗ്രഹീതമായ പാട്ടുകൾ പാടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നല്ല വചനങ്ങളെ ഞങ്ങൾക്ക് തരണമേ. അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏകാഗ്രതയോടും ഒരു മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ഉള്ളങ്ങളോടും ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ദൂരത്തും ചാരത്തും വിദേശത്തും ഒക്കെ ആയി കർത്താവ് ഈ ആരാധനയെ സംബന്ധിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വാസ്തവമായി ഞങ്ങൾ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ. ക്ഷീണിതർ ബലപ്പെടട്ടെ കർത്താവെ. ഭാരത്തോട് ദൈവസന്നിധിയിലിരിക്കുന്നവർ വലിയ ആശ്വാസം പ്രാപിച്ചവരായി ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കി തീർക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് കർത്താവിന്റെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും മാനവും മഹിമയും എല്ലാം പിതാവേ അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുന്ന് അതിന് യോഗ്യനാകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന്റെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ഏകാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ പകൽക്കാലം നമുക്കായിരിക്കാം. നമുക്ക് ചേർന്ന് പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പാട്ടുകൾ പാടുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് ആ പാട്ടുകളുടെ വരിയുടെ അർത്ഥത്തെ ഗ്രഹിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് ചേർന്ന് പാടാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ പുണ്യനാമം നമ്മളിവിടെ മഹിമപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഓൺലൈൻ കൂടി ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും ആരാധിക്കുവാൻ ദൈവാവസരം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ പാടുന്ന ഓരോ പാട്ടുകളും നിങ്ങൾ വെറുതെ വീഡിയോ അത് മൊബൈലിൽ കൂടെ കാണുക മാത്രം ചെയ്യാതെ ഞങ്ങളോടൊപ്പം ചേർന്ന് കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവം എത്ര അതിശ്രേഷ്ഠമായ ദൈവമാണ്. ഹല്ലേലൂയ. ഒരു പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും നമ്മളെ മറക്കാതെ നമ്മളെ ഈ നാടുകളിൽ പരിപാലിക്കുന്ന നമ്മുടെ വലിയവനായ ദൈവത്തിന് ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു പാട്ടാണ് പാടി പൂഴ്ത്തിടാം ദേവദേവനെ പുതിയതാൻ കൃപകളോടെന്നുള്ള പാട്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ വലിയവനായ ദൈവം പുതിയ പുതിയ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കെല്ലാവർക്കും പാടാം. പാടി പൂഴ്ത്തിടാം ദേവദേവനെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദേവദേവനെ പുതിയ കൃപകളോടെ
പ്രൈസ് ദി ലോർഡ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ചെറുതും വലുതുമായ സകല ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടെ നമുക്ക് ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ മനോഹരമായ പാട്ടുകൾ പാടി കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നടക്കുന്ന സഭായോഗം നമുക്ക് ഏറെ അനുഗ്രഹമായി തീരുവാനും ദൈവം നമ്മെ ശക്തിയിരിപ്പാനും ബലപ്പെടുത്തുവാനും വേണ്ടി നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഒരു പുതിയ അനുഭവത്തെ ദൈവത്തിന്റെ ആത്മാവ് പകരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകളും
അനുഗ്രഹപൂർണ്ണമായി തീരുവാനൊക്കണം സർവശക്തരായ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ ലിസി വർഗീസ് പ്രാരംഭമായി പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് റിൻഡോയും പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് അടിയങ്ങൾക്ക് ഒരു മനസ്സോടെ നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, അനേകർ ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞപ്പോൾ അനേകർ രോഗക്കിടക്കകളിലായിരിക്കുമ്പോൾ കർത്താവെ, അടിയങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ നിന്റെ നാമത്തെ ഉയർത്തുവാൻ അടിയങ്ങൾക്ക് തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിലൊക്കെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകി തന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശത്തോട് മനസ്സലിയണമേ, ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമേ, എത്രയും പെട്ടെന്നൊരു വിടുതൽ പ്രാപിപ്പാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കടന്നു വരുമ്പോൾ ഞങ്ങൾ തളർന്നു പോകുവാൻ ഇടയാക്കാതെ കർത്താവേ, നിന്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ധൈര്യപ്പെടുവാൻ നീ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങൾ ഒന്നിലും അധൈര്യപ്പെട്ടു പോകുവാൻ ഇടയാക്കല്ലേ. കർത്താവേ, അടിയങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല. കർത്താവേ, അടിയങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കർത്താവേ, നിന്റെ ക്രൂശിൽ മാത്രം അടിയങ്ങൾ അഭയം പ്രാപിക്കുന്നു. കർത്താവേ, അടുത്ത നിമിഷം അടിയങ്ങൾക്കുള്ളതല്ല. കർത്താവേ, അത് അടിയങ്ങളെ എപ്പോഴും ഓർക്കുവാനും അടിയങ്ങളെ തന്നെ കർത്താവേ വിശുദ്ധീകരിച്ച് ജീവിപ്പാന് അടിയങ്ങളെ തന്നെ താഴ്ത്തി നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഓരോ നിമിഷവും നീ അടിയങ്ങളെ അതിശയകരമായി വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, വചനം ഘോഷിക്കുന്ന നിന്റെ മകനെ തൃക്കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രൂശിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് അടിയങ്ങൾക്ക് ആവശ്യമായ വചനങ്ങളെ വിളമ്പി തരുവാൻ നിന്റെ മകനെ നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത് കേൾക്കുവാൻ അടിയങ്ങളുടെ കാതുകളെ നീ തുറക്കണം. കർത്താവേ, അത് ഗ്രഹിക്കുവാൻ അടിയങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനനുസരണമായി ജീവിപ്പാനുള്ള ഒരു കൃപ നീ അടിയങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഈ സമയത്ത് കർത്താവേ, ചർച്ചിൽ കടന്നു വരുന്ന എല്ലാ നിന്റെ മക്കളെയും തൃക്കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബമായി തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഓരോരുത്തർക്കും കർത്താവേ ആവശ്യങ്ങളുണ്ടല്ലോ. കർത്താവേ, അടിയങ്ങളൊന്നും അറിയുന്നില്ല എങ്കിലും അവിടുന്ന് സകലരെ അറിയുന്ന ദൈവമാണല്ലോ. കർത്താവേ, ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ മേൽ നിന്റെ കരവത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രായാധിക്യത്തിലുള്ളവരുണ്ടല്ലോ. കർത്താവേ, തരയ്ക്കുവോളം ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്ഷീണാവസ്ഥയിൽ നിന്നെല്ലാം നീ വിടിവിക്കണമേ, ശരീര സൗഖ്യവും ബലമെടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായിട്ടുള്ളവരുണ്ടല്ലോ. കർത്താവേ, നിന്റെ മുറിഞ്ഞ കരം നീട്ടി കർത്താവേ അവരെ തൊട്ട് നീ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭാരപ്പെടുവാൻ പ്രയാസപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കടന്നു വരുന്നുണ്ടല്ലോ. കർത്താവേ, അവരുടെ ജോലി കാര്യങ്ങളിലൊക്കെ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. കർത്താവേ, അവരെ ഏൽപ്പിക്കുന്നതായ ജോലികൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുവാൻ തക്കവണ്ണം നീ അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് ഒരു രോഗവും ദുഃഖവും ഒന്നും ഉണ്ടാകുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തൊക്കെ ഉണ്ടല്ലോ. കർത്താവേ, അവരുമായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ചിറകിന്റെ മറവിൽ നീ അവരെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പല്ലാതെ അടിയങ്ങൾക്ക് ഒന്നുമില്ല. കർത്താവേ, നിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിപ്പാനല്ലാതെ അടിയങ്ങളെ കൊണ്ട് ഒന്നിനും കഴിവില്ല. കർത്താവേ, അവിടെ നിന്നുവരെ വിശ്വസ്തയോടെ കൂടെ ഇരുന്ന് കാത്തു പരിപാലിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, പാസ്റ്ററിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ മക്കൾ നാട്ടിലേക്ക് കടന്നു പോയല്ലോ. കർത്താവേ, ദൈവമേ, സുഖത്തോടെ ക്ഷേമത്തോടെ ചെന്ന് ചേർന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, നാട്ടിലായിരിക്കുമ്പോഴും കർത്താവേ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കൃപയിൽ വളർന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കണം. കർത്താവേ, ആവശ്യങ്ങളോടെല്ലാം നീ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, അങ്ങനെ ഈ സമയം കർത്താവേ ഇത്
ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങൾ അല്പസമയം തിരുസന്നിധിയിൽ ഇരിക്കട്ടെ കർത്താവേ. തിരുസന്നിധി ബോധത്തോടെ നീ അടിയങ്ങളെ ഇരുത്തണം കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷയിലെല്ലാം നിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം കർത്താവേ. മാനം മഹത്വം അവിടുന്ന് എടുക്കണം. വരവിനായിട്ട് അടിയങ്ങളെ ഒരുക്കണം കർത്താവേ. പ്രത്യാശയോടെ നിർത്തിക്കൊള്ളണം. സകലത് യേശുവിന്റെ നാമത്തിൽ തന്നെ. Let us pray. Loving Heavenly Father, we thank you for this beautiful Sunday morning which you have given us, O Lord. Lord, we thank you for this online platform which you have given us, which has enabled us to come into your presence and worship your holy name, Lord. Lord, because of this pandemic, many people are locked down in their houses and they do not have an opportunity to worship you, but you have given us this beautiful medium to come into your presence. We thank and praise your holy name, Lord. Lord, this pandemic has affected each and every person in multiple ways, O Lord. Many people are struggling to be safe. Many people are affected and admitted in hospitals, O Lord, but you kept us safe under your mighty wings. You kept all our loved ones safe. We thank and praise you for the wonderful love which you have given us, O Lord. Lord, we give this Sunday morning into your hands, O Lord. Thank you for helping us worship and sing songs in your presence. The preceding sessions, we give it into your hands once again. Bless the words that is going to be spoken, O Lord. I give the pastor uncle into your hands. Speak to him, Lord. Whatever is going to be spoken, let that nourish us for the coming 1 week, O Lord. Give us all the required food for the coming 1 week so that we are spiritually strong in the coming 1 week, Father. We give all the songs that is going to be sung, everything that we are going to do in this worship meeting, let that be for your name's glory, Jesus. I give each and every person who is attending this worship meeting through this platform, Lord. Bless each and every person, O Lord. The time which is we are investing in your presence, let that be a blessing for us for the coming 1 week, O Lord. We also remember all the people who are not able to attend because of their circumstances. Whatever their circumstances are, Lord, you are aware of it. Be with them and guide them, Father. Once again, I give everything into your holy hands. Be with us, guide us, and let your presence be always be there with us in the coming days, O Lord. I submit everything into your mighty hands once again. I ask this prayer in the name of Jesus Christ, our Lord. Amen. Praise God. കർത്താവിന്റെ നിസ്തുല്യ നാമം മഹിമപ്പെടട്ടെ. ഇന്ന് രാവിലെ സമയവും സമാധാനത്തോടും ശരീരാസുഖത്തോടും കൂടെ കർത്തൃസന്നിധിയിൽ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് സർവവല്ലഭനായ ദൈവത്തെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരത്തെ കൂടെ ദൈവം നമ്പുരാൻ ദാനമായി നൽകിയതിനാൽ നിങ്ങളോടൊപ്പം ഞാനും ദൈവത്തിന് സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. നമ്മൾ വന്നു പാർക്കുന്ന പട്ടണത്തിൽ COVID-19 എന്ന പകർച്ചവ്യാധി ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വ്യാപകമായി നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം തന്റെ മക്കളെ വിവിധ സ്ഥാനങ്ങളിൽ യാതൊരു വിഷമതകളും കൂടാതെ വണ്ണം കാത്തുകൊള്ളുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരായി സഭാവിശ്വാസികളായി അയൽ സഭകളിലെ വിശ്വാസികളായി പലർക്കും കോവിഡ് രോഗത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് ഓർക്കുകയും ദൈവത്തിന്റെ സന്നിധാനത്തിൽ മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ചർച്ചിലുള്ള സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, അവരൊക്കെ വിവിധ സ്ഥാനങ്ങളിലായിരിക്കുന്നു. പട്ടണത്തിലും മറ്റു പലയിടങ്ങളിലുമായിരിക്കുന്നവരെ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുകയും അനർത്ഥങ്ങൾ ഒന്നും തന്നെ വ്യസനകാരണമായി തീരാതെ ഒരു ബാധയും തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകുവാനിടയാകാതെ ദൈവം തന്റെ മക്കളെ ഓരോരുത്തരെയും അതാത് ഇടങ്ങളിൽ കാക്കുവാനും പരിപാലിപ്പാനും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങൾ ശരീരത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയ തോമാച്ചാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുമാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജോർജ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരൊക്കെ ശരീരത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജോയ്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അവരെല്ലാവരെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ബ്ലസ്സിയുടെ പൈതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വിടുതൽ ആവശ്യമാണ്. അതുപോലെ ജെയിംസ് ബ്രദറിന്റെ ഇളയ സിസ്റ്റർ പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ നൽകേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ ഞങ്ങളുടെ യാത്രയിലും സർവശക്തനായ ദൈവം കൂടെയിരുന്നു. ക്ഷേമത്തോടെ ഞങ്ങൾക്ക് ഭവനത്തിൽ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കുടുംബമായിട്ട് നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലും പ്രാർത്ഥനയിൽ ഓർക്കണമേ. ഞങ്ങളിപ്പോൾ ക്വാറന്റൈനിലായിരിക്കുകയാണ്.
ദൈവം സഹായിക്കേണ്ടതിനായി വിശേഷാൽ പ്രാർത്ഥിക്കുക. ഇന്നുവരെയും നമ്മളെ പരിപാലിക്കുകയും നമ്മെ സഹായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാതെ നമുക്ക് ഉത്തരമരുളി നമ്മെ സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത്ര വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് പകൽക്കാലം നമ്മളായിരിക്കുന്നത്. സ്തുതികളാലും സ്തോത്രത്താലും ദൈവത്തെ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരട്ടെ. കർത്താവ് നമ്മെ ശക്തീകരിക്കേണ്ടതിനും ബലപ്പെടുത്തേണ്ടതിനുമായി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഒരു പാട്ടുകൂടെ പാടി സ്വർഗീയ പിതാവിനെ നമുക്ക് മഹിമപ്പെടാം. ദൈവത്തിന് സ്തോത്രം. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്, മഹത്വത്തിന് യോഗ്യനാണ്. സകല പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും നമ്മുടെ ദൈവം യോഗ്യനാണ്. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും നമ്മുടെ ദൈവത്തിനെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു മനസ്സോടുകൂടെ ആത്മാവിൽ നിറഞ്ഞ് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. വഴി എന്നെ കാണിക്കണേ
ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ദൈവം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം നൽകിയതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാനും മനോഹരമായ പാട്ടുകൾ പാടി കർത്താവിലെ സന്തോഷം അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയുമുള്ള അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിനുള്ള സമയമാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ഇന്ന് പകൽക്കാലം തുടർന്നുള്ള മിനിറ്റും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ തിരുവെഴുത്തുകളാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മാർഗരേഖ, പോകേണ്ടുന്ന വഴി, നടക്കേണ്ടുന്ന പാതകൾ, നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഭാവങ്ങൾ എല്ലാം നമ്മെ പവിത്രമായ അവസ്ഥയിലൂടെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനുള്ള പ്രബോധനങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനുമായി ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ള വാഗ്ദത്ത വചനങ്ങൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്തൃ സന്നിധിയിലിരിക്കാം. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രത്യേക ആഗ്രഹവും താല്പര്യവും അനുസരിച്ച് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത് നാം എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ആൽവിൻ ടി മാത്യു ആണ്. ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പാസ്റ്റർ തോമസ് മാത്യു ഞങ്ങൾ സഹ ശുശ്രൂഷകന്മാരാണ്. ഈ പൈതൽ ജനിച്ച നാൾ മുതൽ അവന്റെ വളർച്ചയിലും അവന്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിലും ദൈവം അവനെ അത്ഭുതകരമായി ഉപയോഗിക്കുന്ന വിധങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ഒരു സന്ദേശം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനിലൂടെ നമുക്ക് നൽകിത്തരും. ആത്മാവിൽ നമുക്ക് അത് ഏറ്റെടുക്കേണ്ടതിനായി പ്രാർത്ഥനയോടുകൂടെ കർത്തൃ സന്നിധിയിലിരിക്കാം. നമ്മെ ദൈവം സഹായിക്കട്ടെ. ദൈവവചനത്തിന്റെ സത്യങ്ങൾ, ദൈവവചനത്തിന്റെ ആധികാരികമായ ആഴങ്ങളും അനുഭവങ്ങളും ആക്കങ്ങളും അതിൻ്റെതായ നിലയിൽ അനുഭവിച്ചറിയേണ്ടതിനായി ദൈവത്തിന്റെ വചനത്തിന്റെ വാതിൽ ഈ പകൽക്കാലം ദൈവം നമുക്കായി തുറന്നു തരേണ്ടതിനും ദൈവം തന്റെ ദാസന്റെ വായോടുകൂടെ ഇരുന്ന് നമ്മളോട് സംസാരിക്കേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കർത്തൃ സന്നിധിയിലിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ആൽവിൻ ടി മാത്യു. ദൈവനാമത്തിന് മഹത്വം. ഈ വെർച്വൽ സഭായോഗത്തിൽ കൂടി ആത്മീക ശുശ്രൂഷകളെ അനുഭവിക്കുന്നവരും അതിൽ പങ്കെടുക്കുന്നവരുമായുള്ള എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. സഹാർ ദൈവസഭ എനിക്ക് വളരെ ഓർമ്മകൾ പകരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ചിലവഴിച്ച ഇടമാണെന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവിടെയുള്ള എല്ലാ ദൈവമക്കളും, വിശേഷാൽ അവിടുത്തെ കർത്തൃദാസനും കുടുംബവും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. നിങ്ങളോടൊപ്പമുള്ള ഈ ആത്മീക ശുശ്രൂഷ എൻ്റെ ജീവിതത്തിലും ഒരു അനുഗ്രഹമാണെന്ന് പറയുവാൻ മാത്രമേ എനിക്ക് തരമുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവ് നല്ലവനാണെന്നും
ഇന്ന് ഒരു കർത്തൃ ശുശ്രൂഷകനായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുമ്പോൾ ഇന്നലെയും ഇന്നും എന്നും അനന്യനായി അവൻ എന്നും കൂടെയുള്ളവനാണെന്നും പറയുന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. ആ കാര്യത്തെക്കുറിച്ച് ദൃഢനിശ്ചയമുണ്ട്. ഒരു ചെറിയ ദൈവവചന ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, COVID-19 എന്ന് പറയുന്ന ഈ മഹാമാരിയുടെ മുൻപാകെ ലോകം ഒന്നാകെ കൈമലർത്തി ഒന്നും ചെയ്യുവാൻ കഴിയാതെ വളരെ പ്രതിസന്ധിയിൽ അതിൻ്റെ അക്കരെ കാണുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ നടുവിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. കർത്താവിൽ നമുക്ക് ഇപ്പോഴും എപ്പോഴും സന്തോഷിക്കാൻ കഴിയും. ഈ ഘട്ടങ്ങളിൽ പല നിലകളിലുള്ള പ്രതിസന്ധികൾ ഇതുമായുള്ള ബന്ധത്തിൽ നാം അനുഭവിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ രോഗത്താൽ തന്നെ ഭാരപ്പെടുന്നവരായിരിക്കും. കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം യഹോവ റാഫ നിങ്ങളുടെ മേൽ വെക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതല്ല, രോഗം നേരിട്ട് നമ്മളെ ബാധിച്ചില്ലെങ്കിലും അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുടെ വിവിധ മുഖങ്ങൾ, വശങ്ങൾ നേരിടുന്നവരാണ് എന്നെ കേൾക്കുന്നവർ. ഈ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആശങ്കയിലും ആശയക്കുഴപ്പത്തിലും ആക്കുവാനല്ല. റോമാലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ പറയുന്നത് പോലെ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നുവെന്ന് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഇത് വെറുതെ അല്ല. ഈ ഓരോ അനുഭവങ്ങൾ, ഈ ഓരോ പ്രത്യേകങ്ങളായ ജീവിത സാഹചര്യങ്ങൾ, അതിൽ കൂടി കർത്താവ് നമ്മളെ കടത്തിവിട്ട് വളരെ അത്ഭുതകരമായ തൻ്റെ ക്രിയകൾ ചെയ്തെടുക്കുകയാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപാകെ ഒരു വേദ വിചിന്തനമായി പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, എന്തിനാണ് കഷ്ടത എന്നൊരു ചോദ്യം. എന്തിനാണ് ഈ സാഹചര്യങ്ങൾ? എന്തുകൊണ്ട് ഇതിൽ കൂടി ഞങ്ങൾ ദൈവമക്കൾ തന്നെ കടന്നു പോകുന്നു എന്ന ചോദ്യം നമ്മളെ വല്ലാതെ ആശങ്കയിലാക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ, വചനം പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഇതൊന്നും വെറുതെ അല്ല. ഇതിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ലോകമനുഷ്യൻ അർത്ഥശൂന്യമെന്ന് ചിന്തിച്ച് ഇതിനെ എതിർക്കുവാൻ, ഇതിനെ ഒന്ന് തോൽപ്പിക്കുവാൻ പടപൊരുതുമ്പോൾ, പലതും ശ്രമിക്കുമ്പോൾ, ഇത് നമുക്ക് അർത്ഥശൂന്യമല്ല, ഇതെല്ലാം അർത്ഥവത്താണ്. ഇതിൽ കൂടി ദൈവം വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി നടത്തുകയാണെന്നും നമ്മളെ അവൻ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുമെന്നും നമ്മൾ ഉറച്ചിരിക്കണം. യാക്കോബിന്റെ ലേഖനം യേശുവിന്റെ അർദ്ധ സഹോദരൻ, ഹാഫ് ബ്രദർ, പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത നാടുകളിൽ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രത്തിൽപ്പെട്ട യഹൂദരായ ദൈവമക്കൾക്ക് എഴുതുകയാണ്. ജൂയിഷ് ഡയസ്പോറയ്ക്ക് എഴുതുന്ന ഒരു കത്താണ്. ഈ കത്തിൽ അനേക ആത്മീക ഉപദേശങ്ങളുണ്ട്, പ്രായോഗിക ജീവിതത്തിന്റെ വിവിധ വശങ്ങളുണ്ട്. 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ ഈ ലേഖനത്തിന്റെ അവസാനത്തെ പ്രബോധന വാക്കുകളാണ്. ഈ അന്തിമ പ്രബോധന വാക്കുകളിൽ അപ്പോസ്തലനായ യാക്കോബ് ഒരു ഗൗരവമായ സന്ദേശം കൈമാറുകയാണ്. സന്ദേശം എന്നതിലെ ഉപരി ഗൗരവമായ സന്ദേശങ്ങൾ കൈമാറുകയാണ്. അവിടുള്ള സന്ദേശങ്ങൾ വളരെ ക്രോഡീകരിച്ച്, ചില വാക്കുകളിൽ പറഞ്ഞാൽ വിവിധ വിഷയങ്ങളെ യാക്കോബ് തൊട്ടു തലോടി പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥന എന്ന വിഷയമുണ്ട്,
രോഗസൗഖ്യം എന്ന വിഷയമുണ്ട്, പാപങ്ങൾ ഏറ്റുപറയുക എന്ന വിഷയമുണ്ട്, വിശ്വാസം എന്ന വിഷയമുണ്ട്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദീർഘക്ഷമ എന്ന വിഷയം പ്രാരംഭമായി ഈ വേദശകലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ മുൻപ് ഓർപ്പിച്ച തിരുവചനം പോലെ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് പൗലോസ് റോമാലേഖനത്തിൽ പറയുമ്പോൾ, സഹിഷ്ണുത എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുടെ നടുവിൽ വെളിപ്പെടേണ്ടതെന്ന് വ്യക്തമായി നമുക്ക് ഒരു മാർഗരേഖ, ഒരു ഗൈഡ് ലൈൻ നൽകുന്നത് യാക്കോബാണ്. സഹിഷ്ണുതയുടെ വിവിധ വശങ്ങൾ ലേഖനങ്ങളിൽ, തിരുവെഴുത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സംക്ഷിപ്തമായി സഹിഷ്ണുത എന്ന പ്രമേയത്തെ, ആ സ്വഭാവ വിശേഷതയെ, ആ ആത്മാവിന്റെ വരദാനത്തെ, ഫലത്തെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഇതുപോലെ ഒരു ഭാഗം വേറൊരിടത്ത് തിരുവെഴുത്തിൽ കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത് സംശയമാണ്. ഇവിടെ സഹിഷ്ണുത എന്ന വിഷയം നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ യാക്കോബ് വളരെ ആഴമായ ഈ വിഷയത്തെ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഹിഷ്ണുത കേൾക്കാൻ നല്ലതാണ്, നമ്മൾ മറ്റു മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ. നമ്മൾ ചിലരെ കുറിച്ച് പറയാം, അവൻ ഒട്ടും ക്ഷമയില്ല, അല്ലെങ്കിൽ മറ്റു നിലകൾ നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ സഹിഷ്ണുത എന്ന കാര്യം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നാണെങ്കിലും പലപ്പോഴും നമ്മളിൽ തന്നെ കാണുവാൻ കഴിയാത്ത ഒരു സ്വഭാവവിശേഷതയാണ്. സഹിഷ്ണുത വേണമെന്നും സഹിഷ്ണുത ദൈവികമായ ഒരു സ്വഭാവമാണെന്നും, ജീവിതത്തിൽ സഹിഷ്ണുതയില്ലെങ്കിൽ നമുക്ക് പലതും നഷ്ടമാകുമെന്നും ഒക്കെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് വളരെ നന്നായി അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ പല ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാണ് എല്ലാം നോർമൽ ആകുന്നത്? അതിനേക്കാൾ വലിയ ചോദ്യം, നോർമൽ ആകുമോ? ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പോലെ വാട്ട് വിൽ ബി ദ ന്യൂ നോർമൽ? നവീനമായ പുതുമയുള്ള നോർമൽ എന്തായിരിക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല. കാര്യങ്ങൾ എന്ന് എവിടെ അവസാനിക്കും? സഭാ ആലയങ്ങൾ, നമ്മൾ കൂടി വന്നുകൊണ്ടിരുന്ന ആ സഭാ ഹാളുകൾ എപ്പോൾ തുറക്കും? നമ്മൾ പഠിച്ചു, ഒരിടമല്ല, സഭ നാമാണ്, നമ്മുടെ ഭവനങ്ങൾ ആരാധന ആലയങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇതിൽ പരം ഒരു സാഹചര്യം ഇനിയും വരുവാനില്ല. എങ്കിലും നമ്മുടെ ഒരു ആവേശവും ആഗ്രഹവുമുണ്ട്, കൂട്ടായ്മയെ ഒന്ന് ഒരുമിച്ച് ഫേസ് ടു ഫേസ് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്നായിരിക്കും. ഇങ്ങനെ പല ചോദ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഭാതത്തിലെ ധ്യാനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേഗം തന്നെ ആ വാക്യങ്ങളിൽ ഞാൻ പ്രവേശിക്കുന്നു. യാക്കോബ് 4:7 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പി. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. 9-ാം വാക്യം, സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച് പ്രവാചകന്മാർ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊൽവീൻ. സഹിഷ്ണുത
കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയുള്ളവൻ, മഹാകരുണയും മനസ്സലിവുമുള്ളവന് അല്ലോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യാക്കോബ് 5-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വായിച്ച് കേൾപ്പിച്ചത്. സഹിഷ്ണുത എന്ന വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ ദൈവമക്കളോട്, സഹോദരന്മാരോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ യാക്കോബ് പ്രബോധിപ്പിക്കുകയാണ്, ബി പേഷ്യന്റ് മൈ ബ്രദേഴ്സ്. സഹിഷ്ണുത ജീവിതത്തിൽ അനിവാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ നിലനിൽപ്പിന് സഹിഷ്ണുത കൂടാതെ ഒരു മുന്നേറ്റം സാധ്യമല്ല, സംഭവ്യമല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഹിഷ്ണുത എന്ന വിഷയം നമ്മുടെ മുൻപാകെ യാക്കോബ് പ്രസ്താവിക്കുമ്പോൾ 3 വിഷയങ്ങളിലാണ് സഹിഷ്ണുത നമുക്ക് ആവശ്യം. ഒന്ന്, സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ സഹിഷ്ണുത, 7-8 വാക്യങ്ങൾ. സഹോദരന്മാരോടുള്ള ബന്ധത്തിലുള്ള സഹിഷ്ണുത, 9-ാം വാക്യം. ദൈവത്തിന്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ സഹിഷ്ണുത, 10-11 വാക്യങ്ങൾ. Patience or long suffering in relation to circumstances, verses 7 and 8. Patience in relation to our brethren, our brothers and sisters, verses 9. Patience with regard to the plan of God, verses 10 and 11. ഈ 3 വിഷയങ്ങളാണ്, ഈ 3 തലക്കെട്ടുകളാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത്. ഒന്നാമത്, സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അതാണ് ഞാൻ ഇതുവരെ പറയുവാൻ ശ്രമിച്ചത്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾക്ക് ഏറ്റവും അധികം വേണ്ടിയത് സഹിഷ്ണുതയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ഒരു ഉപമാനം പറയുകയാണ്. ഞാൻ ഒന്നുകൂടി ഇത് വായിക്കുന്നില്ല, ഒരിക്കൽ വായിച്ചത് കൊണ്ട് ആ വേദഭാഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധ വളരെ കേന്ദ്രീകരിച്ചിരിക്കുവാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഞാൻ ഈ വാക്യങ്ങളിലെ ദൂത്, സന്ദേശം വേഗം കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കർഷകന്റെ ഉപമാനം. ഒരു കർഷകൻ മുൻമഴയ്ക്കായും പിൻമഴയ്ക്കായും കാത്തിരിക്കുന്നത് പോലെ ആ കർഷകന്റെ അധ്വാനത്തിന് ഒരു മുടക്കവും വരാതെ, അധ്വാനത്തിൽ ഒരു മടുപ്പ് വരാതെ, തൻ്റെ ഭാഗം കൃത്യനിഷ്ഠതയോടുകൂടെ നിറവേറ്റിക്കൊണ്ട് മഴയുടെ ആഗമനം, ആ മഴയുടെ ആരംഭത്തിലുള്ള മുൻമഴ ഘട്ടവും പിന്മഴ എന്ന 2-ാം ഘട്ടവും വരുവോളം കാത്തിരിക്കുന്നത് പോലെ ദൈവമക്കൾ സാഹചര്യങ്ങൾ കലങ്ങി മറിയുമ്പോഴും ഇടറി വീണു പോകാതെ, ചഞ്ചലിച്ചു പോകാതെ, മനസ്സ് മടുത്തു പോകാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഒരു കർഷകന്റെ ഉള്ളിൽ കൃഷിയോടുള്ള ബന്ധത്തിൽ താൻ പാലിക്കുന്ന ആത്മസംയമനം, താൻ പാലിക്കുന്ന ആ സഹിഷ്ണുത, അത് നിലനിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു കർഷകൻ കാത്തിരിക്കുന്നത് പോലെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവമക്കൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉയരും, എന്തിനുള്ള കാത്തിരിപ്പ? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന എല്ലാവരുമേ, എന്തിനുള്ള കാത്തിരിപ്പിലാണ് നാം? വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ? ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ പക്കലിൽ നിന്ന് ഏത് തരത്തിലുള്ള ഉത്തരമാണ് വരുവാൻ പോകുന്നതെന്ന് നിഷ്പ്രയാസേന ഞാൻ പറയട്ടെ. നിങ്ങൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ പറയും, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, ഞങ്ങൾ കാത്തിരിക്കുന്നത് ഈ ഒരു മഹാമാരിക്കൊരു അറുതി കൽപ്പിക്കണം, അതിനൊരു സമാപ്തി ദൈവം കുറിക്കണം, അല്ലേ?
സഭാഹോളുകളിൽ തിരിച്ചെത്തണം. ഈ ലോക്ക്ഡൗൺ ഒന്ന് തീരട്ടെ. ഈ ഒരു സങ്കീർണ അനുഭവങ്ങൾ, അവസ്ഥകൾക്കൊരു മാറ്റം വരട്ടെ. നമ്മൾ പല ഭൗതികമായ നീക്കുപോക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. ഒരുപക്ഷെ ഇതല്ലായിരിക്കും നമ്മുടെ വ്യക്തിപരമായ വിഷയം. വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതങ്ങളിലൊക്കെ നാളുകളായി നാം കാത്തിരിക്കുക ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിക്ക്, ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വിടുതലിന്റെ കരം നീട്ടുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. പല നിലകളിലുള്ള കാത്തിരിപ്പിലാണ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും. എന്നാൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ വചനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കർഷകൻ മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ നമ്മൾ ഭൗമികമായ കണ്ണിൽ കാണുന്ന ഈ ലോകത്തിൽ പ്രാപിക്കാനുള്ള ഏതോ ഒരു വിടുതലിനോ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി മാത്രമല്ല കാത്തിരിക്കേണ്ടത്. ആ കാത്തിരിപ്പ് പൂർണ്ണമായി ഞാൻ നിഷേധിക്കുകയല്ല. പക്ഷെ ആ കാത്തിരിപ്പിന്റെ പല പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ ഇന്ന് പറയുന്നില്ല, ഇപ്പോൾ പറയുന്നില്ല. ആ കാത്തിരിപ്പിന്റെ ഒരു പ്രശ്നം പറയാം. ആ വിഷയം, ആ പ്രാർത്ഥനയ്ക്ക്, ആ കാര്യത്തിന് ഒരു വിടുതലും പരിഹാരവും ദൈവം തന്നിരിക്കട്ടെ, തരും. അവന്റെ സമയത്തിൽ കർത്താവ് അവൻ കനിഞ്ഞ് മറുപടിയുമായി നമ്മുടെ അടുക്കൽ അവൻ ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. പക്ഷേ പ്രതിസന്ധി ഇതാ, ആ വിടുതൽ കിട്ടി, ആ വിടുതലിന്റെ സാക്ഷ്യം നാം സഭാമത്തിയോ നമ്മുടെ പ്രിയജനങ്ങളുടെ നടുവിലോ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിയണ്ട. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഒന്ന് കഴിഞ്ഞപ്പോൾ അടുത്തത് ഇതാ കയറി വന്നു. ഒന്ന് വിടുതൽ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഉല്ലസിച്ച് അതിന്റെ സന്തോഷത്തിൽ മതിമറന്നിരുന്നപ്പോഴാണ് ഇതാ അതിനേക്കാൾ വലിയ അടുത്ത പ്രശ്നം വന്നിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ, പരാജയങ്ങൾ, ശൂന്യതകൾ ഒക്കെ മനുഷ്യ സഹജമാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വന്നിരിക്കും. ട്രബിൾ ഫ്രീ ലൈഫ് ഈ ലോകത്തിൽ ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അത് നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം. അത് തന്നെയല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും അത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ പറയുന്നത്, സഹോദരന്മാരെ ക്ഷമയോടെ കാത്തിരിപ്പീൻ. എന്തിനു വേണ്ടി? വാക്യം 7 വളരെ വ്യക്തമാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി. ഫോർ ദ കമ്മിങ് ഓഫ് ആർ ലോർഡ്. ഒരു യഥാർത്ഥ ദൈവമക്കൾ പൈതലിന്റെ കാത്തിരിപ്പ്, യഥാർത്ഥമായി വീണ്ടും ജന്മം പ്രാപിച്ച് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായ വ്യക്തിയുടെ കാത്തിരിപ്പ് ഒരു ഭൗതിക മറുപടിക്ക് വേണ്ടി മാത്രമല്ല. അങ്ങനത്തെ ഒരു നിസാര കാത്തിരിപ്പല്ല. ഒരു കാര്യം കണ്ണിൽ കണ്ടാൽ, ഒരു വിഷയത്തിന്റെ പരിഹാരം കൈപ്പറ്റിയാൽ തീരുന്ന ഒരു കാത്തിരിപ്പല്ല ഒരു ക്രിസ്തുഭക്തന്റെ കാത്തിരിപ്പ്. നമ്മുടെ ദീർഘക്ഷമയും കാത്തിരിപ്പും കണ്ണിൽ കാണുന്ന ഏതോ ഭൗതിക വിടുതലിന് വേണ്ടി ഉള്ളതല്ല. വാക്ക് പറഞ്ഞ് വേഗം വരാമെന്ന് ഉരച്ചിട്ട് പോയ നാഥന്റെ മടങ്ങി വരവിനുള്ള കാത്തിരിപ്പാണ് റിയൽ ക്രിസ്ത്യൻ വെയിറ്റിംഗ്, റിയൽ ക്രിസ്ത്യൻ പേഷ്യൻസ്. ദീർഘക്ഷമയോടുള്ള കാത്തിരിപ്പ്, കർഷകനെ പോലുള്ള കാത്തിരിപ്പ് മറ്റൊന്നിനും വേണ്ടിയല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സമയം അത് വേഗത്തിൽ ഓടുന്നത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. നിങ്ങളും പേഷ്യന്റ് ആയിരിക്കും. നിങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ സ്ഥിരപ്പെടുത്തുവീൻ, ഉറപ്പിക്കുവീൻ. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കും. ഹൃദയം ക്ഷീണിക്കാനുള്ള സമയമല്ല ഇത്. മനസ്സ് മടുത്ത് താടിയിൽ കൈവച്ച് അയ്യോ എനിക്ക് മാത്രം എന്തിനാ ഈ കഷ്ടതയെന്ന് പറഞ്ഞ് അയ്യോ ഭാവം പറയാനുള്ള സമയമല്ല. ഹൃദയങ്ങളെ ഉറപ്പിച്ച്, ഹൃദയങ്ങളെ ഒന്ന് സ്ഥിരപ്പെടുത്തി, ഹാർട്ട്സിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് കാത്തിരുന്ന് കർത്താവിന്റെ വരവ് ഏത് നിമിഷമെന്നറിയാതെ അവനെ വരവേൽക്കുവാനുള്ള ഒരു ക്ഷമയോടുകൂടെയുള്ള കാത്തിരിപ്പിന്റെ സമയമാണ്. ഇന്ന് കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ ആത്മീക സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ടിരുന്ന കാലമാണ്. ആ കാലത്തിലാണ് ഈ മഹാമാരി രംഗപ്രവേശനം ചെയ്തത്. ഇപ്പോഴെങ്കിലും കണ്ണിൽ കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നും വെട്ടിപ്പിടിക്കുവാനും കയ്യിലാക്കുവാനും ശ്രമിച്ചതും വലിയ അനുഗ്രഹവും ദൈവിക പ്രസാദവുമാണെന്ന് ചിന്തിച്ച
ഭൗതിക ഉയർച്ചകളും ഏതുമില്ല, ഒന്നുമില്ല, വെള്ളത്തിന്റെ കുമിള പോലെ മിന്നിമിളങ്ങുന്ന വെറും സുഖങ്ങളാണെന്നും തിരിച്ചറിഞ്ഞില്ലേ? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ വലുതെന്ന് കണ്ട മഞ്ഞു പെയ്യുന്ന രാജ്യം ഇപ്പോൾ ഒന്നുമല്ലെന്നും മനുഷ്യന്റെ നിസ്സാരത്വവും നിസ്സഹായതയും നമ്മളോട് പറയുന്നത് കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് വേണ്ടിയത് ദീർഘക്ഷമയാണ്. രണ്ടാമത്, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ദീർഘക്ഷമ ആവശ്യമാണ്. സഹോദരനോടുള്ള ബന്ധത്തിൽ നിങ്ങളും ദീർഘക്ഷമയുള്ളവരായിരിപ്പീൻ. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്. സാഹചര്യങ്ങളോട് അക്ഷമരാകുന്നത് നമുക്കറിയാം. അപ്പോഴാണ് അക്ഷമയോടുള്ളൊരു കാത്തിരിപ്പുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എങ്ങനെയും കർത്താവ് വന്നാൽ മതി, ഇതിലെല്ലാം ഒന്ന് രക്ഷപ്പെടുവാൻ. ഒരു എസ്കേപ്പിസം പോലെ കർത്താവിന്റെ വരവിനെ കാണുന്നവരുണ്ട്. അങ്ങനത്തെ എസ്കേപ്പിസം അല്ല യാക്കോബ് ഇവിടെ പറയുന്നത്, മറിച്ച് ക്ഷമയോടെ, ആവലോടെ, പ്രതീക്ഷയോടെ മണവാട്ടി മണവാളന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പാണ്. രണ്ടാമത് പറയുന്നത്, സഹോദരനോടെ നേരെ സഹോദരന്മാർ ഞെരങ്ങരുത്. ഞെരക്കം വരുന്നത് എപ്പോഴാണ്? നമുക്ക് സാഹചര്യങ്ങളോട് മാത്രമല്ല അക്ഷമ, പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമുക്ക് ഉൾക്കൊള്ളാൻ പാടാം. അവരെ മനസ്സിലാക്കാനോ അവരെ കൈക്കൊള്ളുവാനോ അവരെ ക്ഷമിക്കുവാനോ വഹിക്കുവാനോ അവരെ സഹിക്കുവാനോ ഒട്ടുമേ കഴിയാതെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് മുന്നമേ നിർണയിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി ആരും കയറി വന്നിട്ടില്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങളായാലും നമ്മുടെ സഭയിലുള്ളവരായാലും. സഭയിലുള്ളവരുടെ കാര്യമൊന്ന് ചേർത്ത് പറയാം. അതാണല്ലോ യാക്കോബ് ഇവിടെ മുഖ്യമായി പരാമർശിക്കുന്നത്. സഹോദരൻ സഹോദരന്റെ നേരെ ഞെരങ്ങരുത്. നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മളിൽ രക്ഷിക്കപ്പെട്ടവരാണ് എന്നാ എല്ലാവരും പറയുന്നെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു ഭൂരിപക്ഷമുണ്ട്. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടെങ്കിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു നിത്യത മൊത്തം ഒരുമിച്ച് ചെലവഴിക്കേണ്ടവരാണെന്ന് ഓർത്താൽ തന്നെ ഇപ്പോൾ എവിടെങ്കിലും ഞെരക്കമുണ്ടെങ്കിൽ അത് താനെ മാറണമല്ലോ. ഞെരക്കം മാറാനുള്ള പോംവഴി യാക്കോബ് ഇവിടെ തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? 9-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതാ ന്യായാധിപൻ വാതിക്കൽ നിൽക്കുന്നു. വരവിന് കാത്തിരിക്കുന്ന മണവാട്ടിയുടെ ആ വരവേൽപ്പ് മാത്രമല്ല, ആ മണവാളിന് വേണ്ടിയുള്ള ഒരു തിടുക്കത്തോടുള്ള കാത്തിരിപ്പ് മാത്രമല്ല, ദീർഘക്ഷമയിൽ അന്തർലീനമായി കിടക്കുന്ന ആശയം, അവിടുത്തെ ദൂത് അത് മാത്രമല്ല, വരുവാനുള്ളവൻ വരും, അവൻ താമസിക്കത്തില്ല, അവൻ ആത്മമണവാളനായാണ് വരുന്നത്. പക്ഷെ യാക്കോബ് പറയാണ്, മണവാളനാണെന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന മണവാട്ടിയെ പോലെ കാത്തിരുന്നാൽ മാത്രം പോരാ, മറന്നു പോകരുത്. വാതിക്കൽ നിൽക്കുന്നവൻ, നിങ്ങൾ വരവേൽക്കുവാൻ ആഗ്രഹിക്കുന്നവൻ മണവാളനായിട്ട് മാത്രമല്ല ആകൃതനാകുന്നത്, അവൻ ന്യായാധിപനായിട്ടാണ് വാതിക്കൽ നിൽക്കുന്നത്. സഹോദരനോട് ഞെരങ്ങിയാൽ, സഹോദരന്റെ എതിരെ ഉള്ളിൽ ക്രോധമോ ഈർഷ്യയോ പിണക്കമോ അസൂയയോ ഇങ്ങനെയുള്ള കൈപ്പേറിയ ഭാവങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ അതിനെ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ കണ്ടറിയുന്നു എന്ന് മാത്രമല്ല, അതിനു തക്കവണ്ണം വിധി നിർണയിക്കുവാൻ, സഹോദരനോട് ഞെരങ്ങുന്നവരെ ന്യായം വിധിക്കുവാനായുള്ള ഒരു ന്യായാധിപനായി വെളിപ്പെടുന്ന ഒരു കർത്താവിനെയാണ് യാക്കോബ് പരിചയപ്പെടുത്തുന്നത്. ഈ വചനങ്ങളുടെ മുൻപാകെ നമ്മൾ നടുങ്ങണം. നമ്മുടെ കാത്തിരിപ്പ് വെറും ഒരു സന്തോഷവും ആഹ്ലാദത്തിന്റെ ഒരു കാത്തിരിപ്പ് മാത്രമല്ല, സഹോദരനോട് ഞെരങ്ങിയിട്ടുണ്ടെങ്കിൽ
അവനെ ഉള്ളിൽ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ഈ കാത്തിരിപ്പ് ന്യായാധിപന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടിയ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് ഒരു മുന്നറിയിപ്പായി ദൈവസഭ കൈകൊള്ളട്ടെ. ഞാൻ മൂന്നാമത്തെ കാര്യം കമ്പി വാചകത്തിൽ പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്താം. 11ഉം 12ഉം വാക്യത്തിൽ യാക്കോബ്, യേശുവിന്റെ സഹോദരനായ യാക്കോബ് നമ്മളെ ഓർപ്പിക്കുന്നത് പ്രവാചകന്മാരുടെ ഒരു നീണ്ട നിരയാണ്. എബ്രായ ലേഖന കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. അവരെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകന്മാർ ദീർഘക്ഷമയുടെ മാതൃകയായിരുന്നു. യോബിന്റെ ജീവിതത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, യോബിനോടുള്ള ദൈവത്തിന്റെ ദീർഘക്ഷമ നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ ഡീലിംഗ് നിങ്ങൾ മറന്നു പോകരുത്. യോബിന്റെ ദീർഘക്ഷമ നിമിത്തമാണ് യോബിനെയും പ്രവാചകന്മാരെയും നാം ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത്. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രയെന്ന് നാം എല്ലാവരും ഏറ്റുപാടാറുള്ളതുപോലെ യോബിന്റെ ജീവിതത്തിൽ പ്രാരംഭത്തിൽ കയ്പുകൾ അനേകം വന്നെങ്കിലും ദൈവിക പദ്ധതി ഒരു പൂമൊട്ട് വിടർന്ന് ഒരു പൂവായി തീരുന്നത് പോലെ പൂർണ്ണമായി വെളിപ്പെട്ടപ്പോൾ, അത് പൂർണ്ണമായി വിടർന്നു വന്നപ്പോൾ അത് ആത്യന്തികമായി നന്മയായി മാറിയതുപോലെ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിലുള്ള കാത്തിരിപ്പ് മാത്രമല്ല, വ്യക്തികളോടുള്ള ബന്ധത്തിൽ ഉള്ള മനോഭാവത്തിലുള്ള ഒരു സിദ്ധത മാത്രമല്ല, ദൈവിക പദ്ധതിയോടുള്ള ബന്ധത്തിൽ നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ വ്യക്തമായി യുക്തമായി കൃപയും കരുതൽ അറിയും ഞാൻ എന്ന് എം.ഇ. ചെറിയാൻ സാറ് പാടിയതുപോലെ ഇന്ന് നോക്കുമ്പോൾ പലതും അവ്യക്തമാണ്. സഹോദര സഹോദരി, ഹൃദയം നൊന്ത് കരയേണ്ട, ഭാരപ്പെടേണ്ട. ദൈവിക പദ്ധതിയുടെ പൂർണ്ണ ആവിഷ്കാരം ഇന്ന് വരെ നമ്മളിൽ ആരും കണ്ടിട്ടില്ല. അതിന്റെ ചില ദൃശ്യങ്ങൾ മാത്രം കണ്ട് ഹൃദയം തളരേണ്ട. ഒരു പൂമൊട്ടിന് പ്രത്യാശയുള്ളതുപോലെ ദൈവിക പദ്ധതി പൂർണ്ണമായി വിടരുമ്പോൾ, വ്യക്തമായി യുക്തമായി നിത്യതയുടെ തുറമുഖത്ത് നിന്ന് തിരിഞ്ഞു കാണുമ്പോൾ എല്ലാം നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുന്ന ഒരു നാഴികയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ ഏതാ? നമ്മുടെ കർത്താവ് വേഗം വരാൻ പോവുകയാണ്. അവന്റെ വരവിന്റെ കാത്തിരിപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് എവിടെയെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ജീവിത സാഹചര്യങ്ങൾ നിമിത്തം, മറ്റു വ്യക്തികൾ നിമിത്തം എവിടെയെങ്കിലും ഹൃദയം തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നത്, അവന്റെ വരവിനുള്ള കാത്തിരിപ്പും അതിനുള്ള ഒരു തിടുക്കവും നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കട്ടെ. താൽക്കാലികമായതിനെ വിട്ട് ജീവിതയാത്രയിൽ പല മുറിവുകൾ ഉള്ളിലും നമ്മുടെ മനസ്സിലും ഏറ്റിട്ടുണ്ടെങ്കിലും, യോബിനെ പോലെ ദൈവിക പദ്ധതിയുടെ പൂർണ്ണത ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു നാൾ ഞാൻ കാണും, ദേഹസഹിതനായി അവനെ ഞാൻ കാണും. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്ന ദീർഘക്ഷമയുടെയും പ്രത്യാശയുടെയും വാക്ക് പറഞ്ഞ യോബിനെ പോലെ നമുക്ക് ക്ഷമയോടെ, പ്രത്യാശയോടെ, ദീർഘക്ഷമയോടെ, ഞരക്കമുള്ളിൽ ലവലേശമില്ലാതെ കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാർ ആകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ദൈവം തന്റെ ദാസനിലൂടെ നമുക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു. ഈ പാഴ്മരുഭൂമിയിൽ നമ്മൾ അന്യരും പരദേശികളുമായി പാർക്കുമ്പോൾ ഒരു കൃഷിക്കാരൻ തന്റെ കൃഷിയുടെ ഫലത്തിന് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവിനായി നാം ഒരുക്കമുള്ളവരായും കാത്തിരിക്കുകയും വേണം എന്നുള്ള ആഴമായ സന്ദേശം വളരെ ഭംഗിയായ നിലയിൽ വിവരിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം തന്റെ ദാസനെ ഉപയോഗിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ഷമ ദീർഘക്ഷമയായിരിക്കണം. കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നമുക്കായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. നാം ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചവരായി കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ എന്റെ മുൻപാകെ നീ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് അരുളി ചെയ്തതുപോലെ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ മുൻപിൽ നടന്ന് നിഷ്കളങ്കതയുടെ പൂർണ്ണതയിൽ പ്രവേശിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്നു പോകുവാൻ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പാട്ടുകൂടെ പാടി കർത്താവിനെ സന്തോഷിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Praise the Lord. ഇതുവരെ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കൂടി വന്ന സമയം മുതൽ ഇത്രത്തോളം ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും മനോഹരമായ പാട്ടുകൾ പാടി കർത്താവിലെ സന്തോഷം അനുഭവിക്കുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം
അതിന്റെ ആഴത്തിൽ ഗ്രഹിച്ച് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഈ സഭായോഗം അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കുകയും ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അടുത്ത ഒരാഴ്ച മുഴുവനും വീഴ്ച കൂടാതെ ജീവിപ്പാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ദൈവിക ആലോചനകളും ദൈവം നമുക്ക് തന്നു. ആ വചനപ്രകാരം ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശ് ബ്രദർ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. Praise God. Praise the Lord, hallelujah, praise the Lord. O merciful and compassionate Heavenly Father, let us thank the Lord for giving us a blessed fellowship, a blessed congregation, to be in a holy presence. Let us feel the presence of the Lord in our lives. Let His presence, O God, be a blessing for each one of us in every way, O God. Let us thank the Lord for this blessed word of God you've given for us today morning, O God. Every word was a great blessing. Every word strengthened us. Every word comforted us. Every word given us a new meaning in our spiritual life. Every word helped us to realize our shortcomings, our weakness, our faults, O God. Oh, praise the Lord. Hallelujah. Your word is a life for us. Your word is a joy, O God. Your word is a happiness for us. Your word is a comfort for us, O God. Your word is like a fire, O God. Your word is like a hammer, O God. It breaks all the rocks into pieces, O God. It breaks all the bindings within us, O God. It breaks all the bondages within us, O God. Oh, cleanse us, O God. Purify us, O God, by the blood of the Lord Jesus Christ, O God. We are going through very difficult COVID times, O God. Hallelujah. Praise the Lord. In these difficult circumstances, O God. Oh, praise the Lord. Cleanse each one of us, O God, by the blood of Lord Jesus Christ from COVID-19, O God. 1,000 may fall at your side, 10,000 at your right hand, O God, but no harm will fall upon you at any time, O God. Keep us, O Lord Almighty, all the brothers and sisters of our congregation in the apple of your eye. Hide us in the shadow of your wings, O God. Protect us from all dangers, O God. Cover us by your mighty strength, O God. We have taken refuge under your mighty wings, O God. Oh, the word of God says, do not fear, I am with you. Do not be dismayed, I am your God. I will strengthen you. I will uphold you, O God. Hallelujah. Praise the Lord. We believe in you, O God. We have the faith in you, O God. We have the trust in you, O God. The faith and trust that lasts forever, O God. Hallelujah. Praise the Lord. As the word of God says, O God, when you pass through the waters, I am with you. When you pass the rivers, it will not sweep you. When you pass the fire, it will not burn you. The flames will not. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. All these flames, O God, will not set you ablaze, O God. Oh, praise the Lord. We all came from dust, O God. We all go back to dust, O God. Nothing is ours, O God. It is all by God's grace and God's mercy, O God. Oh, Shurabada Shandal Baude, Buddha Raja Jandal Baude. In the name of the Father, Son, the Holy Spirit, O God. Hallelujah. Bless all the brothers and sisters of our congregation, O God. Oh, let us thank the Lord once again for this blessed fellowship. You bless this meeting from the beginning till the end, O God. And let us go home, O God, with peace of mind, joy and comfort, O God. A peace of mind that transcends all human understanding, O God. That you are with us always in our lives, O God. Let us thank the Lord for this faith. Let us thank the Lord for hearing our prayer. Praise the Lord. In Jesus' name we pray. Amen. സന്തോഷത്തോടെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise the Lord. Hallelujah. പിതൃപുത്ര പരിശുദ്ധാത്മാവാകും ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും വാഴ്വുകളും നാം എല്ലാവരോടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യത്തിന്റെ മേലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ എപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നമ്മുടെ കർത്താവ് വരുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.